യെസ്, നമസ്തേ. ഇന്ന് നവരാത്രി മൂന്നാമത്തെ ദിവസം. ചന്ദ്രമാത, ചന്ദ്രഘണ്ഠ മാത. ചന്ദ്രഘണ്ഠ ദേവിയെ സ്മരിക്കുന്ന വഴി, ഉപാസിക്കുന്ന വഴി നമുക്ക് കിട്ടാൻ പോകുന്ന ക്വാളിറ്റീസ്, ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി, നമുക്ക് ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ മാറി മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. വിൽ പവർ, നമുക്ക് കോൺഫിഡൻസ്. സോ മെൻ്റൽ പവറാണ്, മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാനാണ് നമ്മൾ ദുർഗാദേവിയെ സ്മരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ദുർഗാദേവിയുടെ 3 രൂപങ്ങളാണ് നമ്മൾ ഈ 3 ദിവസങ്ങളിലായിട്ട്. സോ ദുർഗാദേവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ സ്ട്രെങ്ത്താണ്, പവറാണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മൾ ഈ ദേവിയെ ഉപാസിക്കുന്ന വഴി, ഈ ദേവിയുടെ മന്ത്രങ്ങൾ സ്മരിക്കുന്ന വഴി, നമ്മൾ ഉരുവിടുന്ന വഴി, നിത്യവും മീൻസ് ഈ ദിവസം മുഴുവൻ സ്മരിക്കുന്ന വഴി നമുക്ക് കിട്ടാൻ പോകുന്നത് മെൻ്റൽ സ്ട്രെങ്ത് ആണ്, വിൽ പവറാണ്. സോ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഒരു കാര്യം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യാം. നമ്മുടെ വിൽ പവർ എവിടെയാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ അനാവശ്യ ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ് എല്ലാം നമുക്ക് മാറ്റി നമ്മുടെ പോസിറ്റീവായിട്ട് മാറ്റാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം. സോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുക. ഇവിടെ ഫോക്കസ്, തേർഡ് ഐ എന്നുള്ള ഫോക്കൽ, ഇത് എക്സ്പാൻഡ്, ഈ ബ്രെയിൻ ഫുൾ ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്നതും, ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ചുരുങ്ങുന്നതും, അങ്ങനെ വിചാരിക്കാം. അനദർ, നമ്മൾ ഇവിടുന്ന് നമുക്ക് പുറത്തുനിന്നുള്ള ആ ദേവിയുടെ എനർജി, ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാം. ദെൻ ബ്രീത്ത് ഔട്ട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ സ്ട്രഗിൾസ്, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ, എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾസ്, ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം നമ്മൾ ബ്രീത്ത് ഔട്ടായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം. ദെൻ നമുക്ക് ഇന്ന് ദുർഗാദേവിയുടെ ഏതെങ്കിലും മന്ത്രം, ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാം. സ്ട്രോങ് പവർഫുൾ ഡാൻസ് നമുക്ക് ചെയ്യാം. സ്ലോ മോഷൻ അല്ലാതെ പവർഫുൾ ആയിട്ടുള്ള ഒരു അതായത് ദുർഗാദേവി ഒരു അസുരനെ നിഗ്രഹിക്കുന്നതാണ് ഒരു കഥ. ഈ അസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, ഹാബിറ്റ്സ്, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള അസുര ഗുണങ്ങളെ പുറത്താക്കുക, സംഹരിക്കുക, നിഗ്രഹിക്കുക. അതാണ് ഈ അസുര നിഗ്രഹണം അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് അങ്ങനെയാവാം. അതായത് പുറത്തുനിന്നുള്ള അസുരന്മാരെയല്ല, നമ്മുടെ ഉള്ളിലുള്ള അസുര ഗുണങ്ങളെ, അസുര സ്വഭാവങ്ങളെ